ജോണേട്ടാ, ചേച്ചി ആരില്ലേ ഇവിടെ? ആരോടെ ചേട്ടാ? ആ, കുമാരന് വാ കയറിയിരിക്കും. ആ ജോണേട്ടാ, ഞാനിപ്പോൾ വന്നത് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഒരു നല്ലൊരു ആലോചന വന്നു. നല്ല പയ്യൻ. അപ്പോഴാണ് ഞാൻ ഇവിടുത്തെ കൊച്ചിൻ്റെ കാര്യം ആലോചിച്ചത്. എന്തായാലും ദിവസം നമ്മൾക്ക് നോക്കുന്നുണ്ടല്ലോ, അപ്പോൾ ഈ ചെറുക്കൻ നല്ല പോലെ ചെയ്തു. ഒന്ന് നോക്കിയേ, ഞാൻ ഫോട്ടോ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അവിടെ കാണിച്ച് നോക്കട്ടെ. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? നല്ലൊരു പയ്യൻ. വലിയ കുഴപ്പമില്ല. കാതൊക്കെ കുത്തിയിട്ടുണ്ടല്ലോ കുമാര. എന്റെ പൊന്നു ചോദിച്ച കാതൊക്കെ ആ കമ്മലൂരി കഴിഞ്ഞാൽ അടഞ്ഞോളും. അതൊന്ന് കാര്യാക്കണ്ടെന്ന്. ഇതെന്താ കയ്യില് പച്ച കുത്തിയതാ? അത് പിന്നെ ഇപ്പോഴത്തെ പിള്ളേരല്ലേ, അപ്പൊ തമാശക്ക് വല്ലതായിരിക്കും. അല്ല, അതൊന്നും നോക്കിയിട്ട് ഇന്നത്തെ കാലത്ത് കാര്യമില്ലല്ലോ. പിള്ളേരുടെ അടുത്തൊന്നും പിടിച്ചു വെക്കാനൊന്നും പറ്റത്തില്ല. എന്തേലും പറഞ്ഞാൽ തിരിച്ച് 10 പറയണ കാലമാണ്. പക്ഷെ ഈ കുഞ്ഞ് അങ്ങനെയൊന്നും അല്ല കേട്ടോ. നല്ല ദേവഭയമുള്ള തറവാട്ടുകാരാണ്. ചെറുക്കന് അതിൻ്റെ നല്ല സ്വഭാവമുണ്ട്. നല്ല ശാന്തമായിട്ടുള്ള സ്വഭാവമാണ് ഇവൻ്റെത്. ഇതുവരെ ഇവൻ്റെ വായിന്ന് ഒരു ചീത്ത വാക്ക് വീഴുന്നത് പോലെ ഞാൻ കേട്ടിട്ടില്ല. അടിപിടിയില്ല, കള്ള് കുടിയില്ലെന്ന് ഞാൻ പറയില്ല. നല്ല കാശുള്ള പാർട്ടീസല്ലേ, കുറച്ചാണെങ്കിലും ഉണ്ട്. പക്ഷെ വരക്കില്ല. എനിക്കാണ് നേരിട്ട് പരിചയമുള്ള കുഞ്ഞാ. പാവമാണ്, പഞ്ചപാവമാണ്. പേരെന്താ പറഞ്ഞേ? ജസ്റ്റിൻ ജോസഫ് മാളിയക്കൽ. 26 വയസ്സ്. അപ്പൻ്റെ ബിസിനസ് ഇപ്പോൾ ഇവൻ്റെ കെയർ ഓഫിലാണ്. എന്തിൻ്റെ ബിസിനസ്സാണ്? അങ്ങനെ ഇന്നതൊന്നും ഇല്ലടോ. എല്ലാത്തിലും അവരുടെ കൈ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം പൈസ ഉള്ള കൂട്ടിലാണ്. പിന്നെ ഇവന് താഴെ 2 അനിയന്മാരാണ്, ഇരട്ടകളാ. ജോൺ എപ്പോഴാന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, അവർ വന്ന് കണ്ടോളൂ. അവളുടെ ഫോട്ടോ ഒക്കെ കാണിച്ചോ? അതില്ല, പറഞ്ഞു കേട്ട അറിവ് മാത്രമേ ഉള്ളൂ. എൻ്റെ ഉണ്ടായിരുന്ന ഫോട്ടോ പോയിന്നേ. ഞാൻ അയച്ചു തന്നേക്കാം. എന്തായാലും ഈ ബുധനാഴ്ച വരാൻ പറയാം. അല്ല അറിഞ്ഞോ? അത് അവളോട് കൂടി ഒന്ന് ചോദിച്ചിട്ട് പോരെ. എന്ത് ചോദിക്കാൻ? ഇത്രയും കാലം അവള് പറയണ കേട്ട് ഞാൻ മിണ്ടായിരുന്നു. അവൾക്ക് എന്തോ പഠിക്കണമെന്ന് പറഞ്ഞ് ഇല്ലാത്ത കാശുണ്ടാക്കി ഞാനവളെ പഠിപ്പിക്കാൻ വിട്ടു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞ് ജോലി കിട്ടിയിട്ട് മതി കല്യാണമെന്ന്. അതായപ്പോഴത്തേക്കും എന്തോ താല്പര്യമില്ലെന്ന്. ഇത് ഞാൻ സമ്മതിക്കത്തില്ല. ഇത് ഞാൻ പറയണ അങ്ങോട്ട് കേട്ടാൽ മതി. എന്നാലും ഇല്ല. നീ അവരോട് ബുധനാഴ്ച വരാൻ പറയാം കുമാര. എന്നാ അവരോട് ബുധനാഴ്ച വരാൻ പറയാം. ഞാനെന്താ ഇറങ്ങുവാണേ. ശരി. അവളോട് ചോദിക്കാതെ എങ്ങനെയാ? നീ അടുത്ത പോകത്തെ കാര്യമൊന്നും ചിന്തിക്കണ്ട. അവൾ വരുമ്പോ അങ്ങോട്ട് പറഞ്ഞാൽ മതി. പക്ഷെ അവളെല്ലാം കാണാൻ വരുന്നേ. അപ്പൊ എന്ത്? ഒന്നുമില്ല. എനിക്കെന്താ പറഞ്ഞിട്ട് മനസ്സിലാകാത്തത്? ഇവക്ക് 18 വയസ്സായപ്പോൾ തൊട്ട് തുടങ്ങിയതാണ്. നാട്ടുകാരെല്ലാവരും ചോദിച്ചു തുടങ്ങുന്നത് കല്യാണമായില്ലെന്ന്. ഇപ്പം 25 വയസ്സായി. ഇത്ര നാൾ ഞാൻ അവളുടെ വഴിക്ക് വിട്ടു. ഇനി ഞാൻ സമ്മതിക്കില്ല. കൊണ്ടുവരുന്ന ആലോചനകളൊക്കെ എത്ര എണ്ണമാണ് ഇവളുമാർ തന്നെ മുടക്കി കളഞ്ഞത്. ഞാനൊന്നും അറിയണില്ലെന്നാണ് വിചാരം. ഈ ആഴ്ച വന്ന് 2 എണ്ണം എങ്ങനെയാണ് മുടങ്ങിയത്? ഇതങ്ങനെ ചെയ്യാനായിട്ട് ഞാൻ സമ്മതിക്കത്തില്ല. ഇത് നടക്കും, ഞാൻ നടത്തും. അതിന് വേറെ ചോദ്യം ഉത്തരവൊന്നുമില്ല. ചേച്ചിനെ അറിയിക്കണല്ലോ. ചേച്ചി ഇവിടെയും കാര്യം കാണുന്നില്ല. അയ്യേ, ഈ നട്ടപ്പുറ വെയിലത്തിൽ വന്ന് ഉറങ്ങുന്ന ചേച്ചിനെ കൊണ്ട്. എന്താണ് എനിക്ക് അയ്യേ ചുമാരി രസം. നീ ഇപ്പം എന്തിനെ കിടക്കി അറിയാന്നേ? ഞാൻ വളരെ ഒരു പ്രധാനപ്പെട്ട ന്യൂസുമായിട്ട് വന്നതാണ്. ഇത് ചോർത്തിയെ എന്നെ നിങ്ങൾ അഭിനന്ദിക്കുകയല്ലേ വേണ്ടത്? അഭിനന്ദിക്കണോ അപമാനിക്കണോ അതോ അടിച്ചോടിക്കണോ എന്ന് ഞാൻ തീരുമാനിച്ചോളാം. നീ കാര്യം പറ. പുതിയൊരു ആലോചന വന്നിട്ടുണ്ട്, അത് പറയാൻ വന്നത്. പിന്നെ എനിക്ക് എൻ്റെ സഹായം വേണ്ടെങ്കിൽ പൊക്കോ. ഞാൻ എൻ്റെ പാട്ടിൽ പോകുന്നു. പൊന്നു മോളെ ചതിക്കല്ലേ. നീ കാര്യം പറ. ആരാണ്? എന്താണ്? പേര് ജസ്റ്റിൻ, 26 വയസ്സ്. എന്തോ വലിയ ബിസിനസ്സുകാരാണ്. ബുധനാഴ്ച വരും. കുമാരൻ ബ്രോക്കർ കൊണ്ടുവന്ന ആലോചന. മക്കളവന് വയ്യ. എന്നെ കെട്ടിച്ചിട്ടാലേ അയാൾക്ക് ചോററിവുള്ള. ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ. ഇതൊക്കെ ചീള് കേസ്. നമ്മൾ എത്ര ആലോചനകൾ പുല്ല് പോലും മുടക്കി കളഞ്ഞിരിക്കുന്നത്.
അപ്പൊ ഇതിന്റെ പപ്പ അതറിഞ്ഞു കേട്ടോ. അറിഞ്ഞാ ഇവിടെ നീ പോയി വിളമ്പിയാ? ഞാനെങ്ങുമല്ല. ഇത് പപ്പ എന്റെ ആത്മാർത്ഥത്തെ ചോദ്യം ചെയ്തത് കേട്ടോ. പിന്നെ ഇതെങ്ങനെ അറിഞ്ഞ്? ആ എനിക്കറിയാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇതെനിക്ക് എന്താ അറിയാവുന്നേ? അതെന്തേച്ചാ അങ്ങനെ ഒരു വർത്താനം? ഒന്നുമില്ല. ഇതെന്ത് ചെയ്യൂന്ന് പറ. ഇതെന്ത് ചെയ്യാൻ? മുടക്കണം. എങ്ങനെ? അതിപ്പോ അന്നൊരു വട്ടം വന്നില്ലേ, അവൻ പേടിപ്പിച്ച പോലെ പേടിപ്പിച്ചിട്ടല്ലോ. ആര് കിരണോ? ആ അങ്ങനെ എന്തോ വൃത്തിയിട്ട പേരായിരുന്നു. അതുപോലെ ഏതായിരുന്നു? അല്ല അന്ന് ഏതായിരുന്നു? പഞ്ചാറെണ്ണ ആയതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മ തന്നെയില്ല. സത്യം. നീ പറ, അള്ളാണോ വിമ്മാണോ ഫോൺ വിളിയാണോ കരച്ചിലാണോ? ഇതൊക്കെ മാത്രം ഓർമ്മയുള്ളൂ. വേറൊരു സംഭവം ഉണ്ടായിരുന്നു. വേറെന്ത്? ഓ ഓർമ്മയില്ലല്ലേ? ഓർമ്മിച്ചാരാ? പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് താൻ ജോലിക്ക് പോകണില്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ അങ്ങനത്തെ ഒരു ഫാമിലിയാണ്. അമ്മക്കും ജോലി ഉണ്ടായിരുന്നു, അമ്മമ്മക്കും ജോലി ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ സ്ത്രീകളെ അടച്ചുപൂട്ടിയിടാത്ത ഒരു ഫാമിലിയാണ്. ഞാനും ആഗ്രഹിച്ച് മേടിച്ചതാണ് ജോലി. അപ്പോൾ വേണ്ടെന്നൊക്കെ പറയുന്നവൻ്റെ കയ്യും കാലും തല്ലി ഓടിച്ച് ഞാൻ വീട്ടിയിരുത്തും അല്ലേ ചേച്ചി? ഇതെന്ത് സാധനം? ഇതെന്ത് കോലം ഇത്? അതെ 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 എന്നാ കിരൺ, ഇത് എൻ്റെ അനിയത്തി അലീന. ഏതാ ചേച്ചി മരവാഴ? ഏതാ നീ? ഇതെന്താ മോളോ? എന്താ ഇത്? ചേട്ടനോട് സോറി പറഞ്ഞേ. എൻ്റെ പാട്ട് പറയും. പോവാടെ വന്നേ. ഞാനെന്നാ പോട്ടെ. നിക്ക് കിരൺ, മോളു ഇത് മോളുടെ ചേട്ടനാവാൻ വന്ന ആളാ. ആണോ? ചേട്ടനാവാൻ വന്നതാണ് ചേട്ടാ. അത് പിന്നെ എന്താ കിരൺ? വേറൊന്നുമല്ല. ഈ കുട്ടി എന്താ തലക്ക് സുഖമില്ലാത്ത പോലെ സംസാരിക്കണം? ഞാൻ പറഞ്ഞില്ലേ കിരൺ, എന്നെയും എൻ്റെ കുടുംബത്തെ പറ്റി എല്ലാം അറിഞ്ഞിട്ട് നിങ്ങളൊരു തീരുമാനം എടുക്കാൻ പാടുള്ളൂ. എന്നുവെച്ചാ അവൾക്ക് ഹിമാക്കസ് കനോഫിയ ടഗാഡി എന്ന് പറയുന്നൊരു രോഗമുണ്ട്. ഇതൊരു റെയർ അസുഖമാണ്. ആ അസുഖമാണ് ഇവളെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇതൊന്നും ഒന്നുമല്ല. ഇടക്ക് പിരിവെട്ടും. അപ്പൊ ഇവിടെ ഓടി നടന്ന് എല്ലാം പിച്ച് പറക്കി കാറിക്കൂവി പാട്ട് പാടും. ഞങ്ങളെ ഉപദ്രവിക്കും. ഇവളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരുന്നു എന്നറിയോ? അവൾക്കൊരു ചേട്ടനെ വേണമെന്നുള്ളത്. സാധിച്ചു കൊടുക്കില്ല കിരൺ. കല്യാണം കഴിഞ്ഞ് ഇവളെ നമ്മുടെ കൂടെ നമുക്ക് നിർത്തണം, അല്ലെങ്കിൽ ഇവളുടെ രോഗം വഷളാവുമെന്ന ഡോക്ടർ പറഞ്ഞത്. പറ്റുമോ? ചേട്ടാ ചേച്ചി, എനിക്ക് ചേട്ടന് ഇഷ്ടപ്പെട്ടു. ഇതിനെ കെട്ടിയാൽ മതി കേട്ടോ. ഹായ് ജ്യൂസ് തരാൻ കൊണ്ടു. കിരൺ, അവൾക്ക് ജ്യൂസ് കുടിച്ച പിരിവെട്ടു. അയ്യോ പിരിവെട്ടി. വാ ചേച്ചി, ഡാൻസ് കളി. പിന്നെന്താ മോളെ? ഞാൻ കുന്നും മേൽക്കോട് കൂട്ടും കിരണേട്ടാ. എന്റെ തേമാവിൽ ഊഞ്ഞാലാടാം. വാ കിരൺ. ഞാൻ കുന്നിന്മേൽ അതെ, ഈ കല്യാണത്തിന്റെ കാര്യം ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാട്ടോ. അതെന്താ കിരൺ? അതെന്താ അങ്ങനെ ഒരു സംസാരം? എന്താ പട്ടി നിനക്ക് എന്റെ ചേച്ചിയെ കെട്ടിയാ? ഇപ്പൊ ഓർമ്മ വന്നാ? അയ്യോ, അങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നല്ലേ. അയാളൊക്കെ ഇപ്പൊ എന്തെടുക്കണാവോ? അത് ശരി, ഇവിടെ ഇപ്പൊ അതാണ് വിഷയം. ഇവിടെ കാറ്റത്ത് ആന മാറാൻ പോണം. അപ്പോഴാണ് വേണ്ട, ഞാൻ ബാക്കി ഊഹിച്ചെടുത്തോളാം. എന്തായാലും ഈ വരുന്നവര് അത്ര എളുപ്പമല്ല. അതെന്താ? കാരണം നല്ല റിച്ച് ടീംസാ. എന്തൊരു കഷ്ടമായത്. ഈ ലോകത്ത് എന്ത് നടക്കണമെങ്കിലും ഞാൻ കല്യാണം കഴിക്കണം. അത് പറഞ്ഞപ്പോഴാണ് കഴിഞ്ഞ അപ്പുറത്തെ വീട്ടിൽ അമ്മ പറയാനുണ്ടായി ചേച്ചിയുടെ കല്യാണം കഴിച്ചിട്ട് കണ്ണടക്കണത്. ഇതെന്തോന്നിത്? കഷ്ടമായില്ലേ? അത് വീട് നമുക്കിപ്പോൾ വരണവനെ എന്ത് ചെയ്യുന്നു നോക്കാം.
ഇനി ഇവൻ്റെ എന്ത് ചെയ്യാനാട്ടോ, വലിയ എല്ല് വേഷം കലക്കി കൊടുത്താലോ? അങ്ങനൊന്നും ചെയ്യലേ, അക്രമത്തിൻ്റെ പാതയിലോട്ട് നമ്മൾ പോകരുത്. ഡോണ്ട്. പിന്നെ എന്ത് ചെയ്യുന്നു പറ. ഞാനത്തെ പോലെ വിളിച്ചിട്ടുണ്ട് ചീത്ത വിളിച്ചാലോ? അതിന് ഫോൺ നമ്പർ ഉണ്ടോ കയ്യിൽ? അതില്ല. എന്നാ പിന്നെ നടക്കണ കാര്യം വല്ലതും പറ. ഇപ്പം നടക്കണ കാര്യമാണെങ്കിൽ നമുക്ക് പോയിക്കണമെന്ന് ഇറങ്ങിയാലോ? എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. എൻ്റെ ഉറക്കമൊക്കെ പോയി. എന്ന് ഞാൻ പോയി തുറങ്ങട്ടെ. എടി നാണമുണ്ട് നിനക്ക്? എൻ്റെ ഉറക്കം കളഞ്ഞിട്ട് നിനക്ക് പോയി കിടന്നുറങ്ങ്. അതിന് മാത്രം നാണമൊന്നുമില്ല. അപ്പോൾ ശരി, ഗുഡ് നൈറ്റ്. ഇനി മാറ്റാമ്മ ഞാൻ എന്ത് കാണിക്കും എൻ്റെ ദൈവമേ. ഇനിയിപ്പോൾ പോയി കിടന്നുറങ്ങാം. ഈ കൊച്ച് ഒരു വൃത്തിയുമില്ല. എല്ലാ സാധനങ്ങളും അവിടെ ഇവിടെ വലിച്ചെറിഞ്ഞ്. ഇതെന്താണിത്? ഇവളെ ഞാനിന്ന് എന്താണമ്മ എന്ത് പൊടി? അവൾ 8 മണി കഴിഞ്ഞിട്ടും കിടന്ന് ഉറങ്ങുന്നു. ഇവിടെയൊക്കെ പിടിച്ചിട്ടല്ലമ്മ. ഞാൻ പ്രായപൂർത്തിയായ സ്ത്രീയാണ്. പ്രായപൂർത്തിയായിരുന്നുള്ള ബോധമൊക്കെ ഉണ്ടായിരുന്നോ? എവിടെ നിൻ്റെ ആ കൂട്ടുകാരി ഇപ്പോൾ ഫോൺ വിളിച്ച് വെച്ചേ ഉള്ളൂ. അതുങ്ങൾ വരെ നന്നായി. നീ എന്താടി ഇങ്ങനെ? എനിക്ക് പൊടി. ആരും നന്നായ കാര്യമാണ് അമ്മ ഇപ്പോൾ പറഞ്ഞത്. നിൻ്റെ കാല് 2 അതുങ്ങൾക്ക് ഉണ്ട് നിന്നെക്കാലം ബോധം. നീ ഇങ്ങനെ കിടന്നോ? ഇത് ദൈവം, നീ എന്തെങ്കിലും ഉപകാരം ഉണ്ടാവും ഇതിനെ കൊണ്ട്? ഇല്ലെങ്കിൽ വേണ്ട. പറയുന്നേ, നീ പറ. അവൾക്ക് പറഞ്ഞ് ജയിക്കാനിട്ടാണ്. പറഞ്ഞ് ജയിക്കാനൊന്നുമില്ല, ഞാൻ ജസ്റ്റ് റെസ്പോണ്ട് ചെയ്തെന്നുള്ളൂ. നീ അധികം റെസ്പോൺസ് ഉണ്ടാക്കാൻ നിൽക്കണ്ട. പോയി മുറ്റോടിച്ചിടും. മണി 8 ഒരു വീടായാൽ വൃത്തി വേണം. എത്ര നേരമായി? നേരം വെളുത്തിട്ട് എത്ര നേരമായി? ഈ 8 മണിക്കിന് മുറ്റോടിക്കണോ? വേണ്ട, ഞാൻ പോവാം. എനിക്കുണ്ട് ഈ വീടിനെ പറ്റി കുറച്ച് ഉത്തരവാദിത്തങ്ങൾ. അയ്യോ എൻ്റെ പൊന്നോ, വേണ്ട, ഞാൻ തന്നെ പൊക്കോളാം. അല്ലെങ്കിൽ പിന്നെ കൈവേദന കാൽവേദന എന്നൊക്കെ പറഞ്ഞു വന്നു കഴിഞ്ഞിട്ട് എനിക്കിട്ട് വാർക്കേൽപ്പിക്കാനായിട്ടല്ലേ? അത് വേണ്ട, അത് വേണ്ട. വേണ്ട, ഞാൻ പൊക്കോളാം. ഈശ്വര മിനിച്ചേക്കണേ. കാർമുകിൽ വർണ്ണൻ്റെ ചുണ്ടിൽ ചേരുവോടക്കുഴലിൻ്റെ ഉള്ളിൽ വീണുറങ്ങും ഒരു ശ്രീരാഗവേ നിന്നെ പുൽകി ഉണർത്താൻ മറന്നു കണ്ണൻ. കാർമുകിൽ വർണ്ണൻ്റെ ചുണ്ടിൽ. കൃഷ്ണ 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 കൃഷ്ണ. ഇതേതാണ് ഈ വിളിച്ചിരി? നല്ല പരിചയമുണ്ടല്ലോ. മിസ് ബാലാമണി, ഇവിടെ മോളില്. എടി നീയോ? അയ്യേ, ഞാൻ പാടി നശിപ്പിച്ചതൊക്കെ കേട്ടല്ലേ? കറച്ച കേട്ടുള്ളു. മണവാട്ടി എപ്പോൾ വന്നു? ഞാൻ ഇന്നലെ എത്തി. എന്നിട്ട് അളിയനെവിടെ? 1 മാസമല്ലേ ഉള്ളു കല്യാണം കഴിഞ്ഞിട്ട്? കഴിഞ്ഞ ദിവസം ആയുള്ളൂ 1 മാസം. ഞാൻ എക്സാം ആയതുകൊണ്ട് പോന്നതാ. ആൾ വന്നിട്ടില്ല. അതെന്ത്? അവിടെ ഇരുന്നാൽ പഠിക്കത്തില്ലേ? അതല്ല, അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഏട്ടൻ എന്നെ പഠിപ്പിക്കത്തില്ല, എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് അമ്മയാ പറഞ്ഞ ഇങ്ങോട്ട് പോന്നോളെ. ഓഹോ, ഉണ്ണി വളർന്നു. പണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഗ്ലൂവിന് വിവരം ഇല്ലാതിരുന്ന കൊച്ച ഇപ്പം കണ്ട. അമ്മയൊക്കെ അപ്പുറത്തുണ്ട്. അയ്യോ, സമയത്രേ? അവളുമാരാണോ?
ആയിരിക്കും, അല്ലാണ്ട് ആരാവാനാ. നിങ്ങളോട് സംസാരിച്ച് സമയം പോയത് അറിഞ്ഞില്ല. ഞാൻ വേഗം പോട്ടെ കേട്ടോ. വരുമ്പോൾ കാണാവേ. ആരന്വേഷിച്ചെന്ന് പറഞ്ഞേക്കട്ടോ. ആരെന്നെ വിളിച്ചേ? നിശ്ചയമാണല്ലോ. ഹലോ. കട്ടാക്കിയ എന്നിട്ട് വിളിക്കാം. ഹലോ ഹലോ. എന്തെടുക്കാത്തെ? ഇപ്പൊ അന്ന് നേരത്തെ എത്തിയാ? അയ്യോ, ഞാൻ കുളിച്ചിട്ടില്ല. ഓടട്ടെ. അയ്യോ, ഹിറ്റ്ലർ. എന്താണ്? കേറിപ്പോ. പേടിച്ചതാരും കണ്ടില്ലല്ലേ? ഇവിടെ എന്താ നല്ല പണം? മോൻ വന്നോ? ഹായ് അമ്മ. വാ ഇരിക്ക്, ഞാൻ വിളമ്പാം. അത് വളരെ നല്ലൊരു ഐഡിയ ആണ്. ഐ ലൈക്ക് ഇറ്റ്. സ്ട്രേറ്റ് ടു ദ പോയിന്റ്. ചോദ്യം മറച്ചില്ല ഒന്നുമില്ല. ദോശയുടെ ചമ്മന്തിയാണോ അമ്മ? ആണല്ലോ, ഇതെല്ലാം പാത്രത്തിരിപ്പുണ്ട്. ഹായ്, ദോശയും ചമ്മന്തി. തള്ളെൻ്റെ അമ്മ. പേരെന്തായിരുന്നു? അലീനൻ്റെ അമ്മ. അവൾ ഇത്തിരി മുന്നേ കുളിക്കാനാണെന്ന് പറഞ്ഞിട്ട് ഓടുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ കണ്ടിട്ടില്ല. പിള്ളടിത്തള്ള ഇന്ന് ലേറ്റാണ്. എന്നെ വിളിച്ചോ? ഹായ്, തീരെ തള്ള. എന്തൊരു ഗുരുപ്പേ? ദോശയാണ് തള്ളേ. ശരി, എൻ്റെ വീട്ടിൽ വന്നിട്ട് എൻ്റെ ദോശ എടുത്ത് തിന്നിട്ട് നീ എന്നോട് എന്നെ ചോദിക്കുന്നത് ദോശ വേണമെന്ന്? പൊടി. വേണ്ടെങ്കിൽ വേണ്ട, എൻ്റെ നാളെ. അങ്ങനെ നീ ഇപ്പം സഹിക്കണ്ട. ഇങ്ങോട്ടാടി. അയ്യോ, ഇല്ല, ഇച്ചു വിളിക്കുന്നത്. എന്തു പറയേ? എടുക്ക്. എടുത്തില്ലെങ്കിൽ അതിന് കിട്ടും. ഹലോ ഇച്ചുമ്മ. പറഞ്ഞതല്ലേ, നിങ്ങൾ നിങ്ങളുടെ ഇളയമ്പോഴും കൂടി അവിടെ പോയി കിടക്കണേ. ഞങ്ങൾ ഇപ്പെത്തും. വഴിയില്ല. ഇപ്പം അല്ലേ ഞാൻ വേറെ വഴി പിടിച്ച് പറഞ്ഞേനെ കേട്ടോ. ഞങ്ങളത് ജംഗ്ഷനിലെത്തി. അതെ, ജെറ്റ് വിട്ട പോലെ ഞങ്ങളിപ്പോൾ പാഞ്ഞു വരും. ഇച്ചുമ്മ നോക്കിക്കോ. അതെ, 5 മിനിറ്റിനുള്ളിൽ 2 ഇവിടെ ഉണ്ടാവണം. ഇല്ലെങ്കിൽ ജെറ്റ് വിട്ട് പോലെ 2 ഞാൻ പറത്തു. വേണ്ട. അവള് കട്ടാക്കി. വാ, ഇറങ്ങി ഓടിക്കോ. അമ്മ ബൈ. ഇതുങ്ങളത് അവിടെ പോയി കിടക്കണം. നിന്ന് കാല് കഴിച്ച്. ഇടപട്ടി. വാ, വന്നാ ശവം. തള്ളേ, നിങ്ങളോട് ഞാൻ എന്താ പറഞ്ഞേക്കുന്നത്? മണി 8:30 ആകുമ്പോൾ ഒരുങ്ങി വെക്കണമെന്നല്ലേ? പിന്നെ എന്താണിത്? ഞാനല്ല, ഇവളാണ്. ഞാനാ? നീ തന്നെ. ആരും പറഞ്ഞു നിന്നോട് അവിടെ ദോഷം തിന്നോണ്ടിരിക്കാൻ? അതാരണല്ലേ ലേറ്റായത്? പുറട്ടത്തോളോ തള്ളേ, നിങ്ങളല്ലേ തള്ളേ 8:30 ആയപ്പോഴത്തേക്ക് കുളിക്കാൻ ഓടിയത്? ഞാൻ കണ്ട്. അപ്പം നിങ്ങളാണല്ലേ തള്ളേ ലേറ്റാക്കിയത്? അത് പിന്നെ എണീക്കാൻ വൈകിപ്പോയി. എന്നിട്ടന്നിടത്ത് എൻ്റെ തലേ കൊണ്ടിട്ടല്ലേ? 2 കൂടി ഇവിടെ തല്ലു പിടിച്ചോണ്ടിരുന്നോ? ഞാൻ പോണു കോളേജിലേക്ക്. പോലെ ഞാനമ്മന്നെ. അപ്പൊ എന്നെ എന്തിനു പുഴുങ്ങാൻ വെച്ചേക്കണ? എന്നെയും കൂടെ കൊണ്ടോ? അറിയാണെങ്കിൽ വാടി വന്നേ. ഇതേ തള്ളേ, നാളെ തൊട്ട് നേരത്തും കാലത്തും എണീറ്റോളണം. അത് വേണോ? നമുക്കിങ്ങനെയൊക്കെ പോയാൽ പോരെ? അതെ, എത്ര നേരത്തെ ഇറങ്ങിയാലും നമ്മൾ ഈ ടൈം ആകുമ്പോഴല്ലേ എത്തുള്ളൂ. ഈയൊടി നിച്ചു പറഞ്ഞേ. എന്താ പറ്റി? അയ്യടാ, ആ ഇളി നോക്കി അങ്ങ് കൊല്ലാൻ തോന്നും. അല്ലട കുട്ടാ? അത് വേണോ കുട്ടാ? പിന്നെ വേണം. അതൊക്കെ അത്യാവശ്യം. എന്തായാലും ഇനിയിപ്പോൾ നാളെ കൊല്ലാം. അതെ, ഇന്നിപ്പോൾ ലേറ്റായി. ഓ, ഞാൻ ഇല്ല. ഇതിനെയൊക്കെ കൊന്നു കഴിഞ്ഞാൽ യമരാജൻ ഇതിനെയൊക്കെ തിരിച്ചു കൊണ്ടുവന്ന് തന്നിട്ട് എനിക്കിട്ട് 2 പൊട്ടിച്ചിട്ട് പോകും. അതിലും വേദന വെറുതെ ഇരിക്കണതാ. ചിരിക്കണ്ട, നിങ്ങളും കണക്കാത്തള്ളേ. അത് ശരി. ഇതിപ്പോൾ എൻ്റെ നെഞ്ചത്തൊട്ടായ അവസരവാദി. വിത്ത് ഗുണം 10 ഗുണം. ഏത് നേരത്താണോ ദൈവം ബിരുങ്ങളൊക്കെ എൻ്റെ പിള്ളേരാക്കാൻ തോന്നിയത്? മറന്നുപോയാ? ഡിഗ്രി ഫസ്റ്റ് ഇയർ ഫസ്റ്റ് സെമിസ്റ്റർ പകുതിയായപ്പോഴത്തേക്കും തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴിക്ക് വെച്ച്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്.
ആഹാ ഇതൊക്കെ ഓർത്ത് വെച്ചേക്കണാണല്ലേ കൊച്ചി ഗള്ളി. യെസ് ഓഫ് കോഴ്സ്. ഓ നിനക്കൊക്കെ എന്തിന്റെ കൃമിയാണടികളെ. അതിൻ്റെ ഉത്തരം ഞാൻ പറയണത് വെച്ച് പറയോ? നീ പറഞ്ഞു. അയ്യോ വേണ്ട വേണ്ട, ഞാൻ ഊഹിച്ചെടുത്ത് കണ്ടുപിടിച്ചോളാം. വേണ്ട നീ, ഞാൻ പറഞ്ഞുതരാം. അയ്യോ വേണ്ടാത്തോണ്ടാ? വേണ്ട. അതെ തള്ളേ, നീ എന്താ ഈ കോളേജ് എന്താ നടന്നിട്ട് എത്താതെ? സത്യം ഇവർക്ക് ഈ കോളേജ് ഇവിടെ അടുത്തെങ്ങാനും കൊണ്ട് വെച്ചാൽ പോരായിരുന്നു. ഈ മലയും പുഴയൊക്കെ താണ്ടി ഡോറാബുജിയും കളിച്ച് അവിടെ എത്തുമ്പോഴത്തേക്ക് ഉച്ചയാവും. അപ്പത്തേക്കും തിന്നാനുള്ള ബില്ല് മേടിക്കും. ആ ബെസ്റ്റ്. നമ്മൾ ഈ പാലം കയറി നടന്ന് പാലം ഇറങ്ങി നടന്ന് എന്നെത്താനാ? മണി 9:30 9:15 ക്ലാസ്സും തുടങ്ങി, എന്നിട്ട് നമ്മൾ എത്തിയിട്ടില്ല. ഇതാണ് ഞാൻ നിങ്ങളോട് നേരത്തെ ഇറങ്ങാൻ പറയണത്. ഹായ് ഡേ കോളേജിൻ്റെ ഗേറ്റ്. അവസാനം കോളേജിന്റെ പരിസരത്തെങ്കിലും എത്തി. ഈ തിരക്ക് കവാട എന്ന് കടന്നോ അന്ന് തുടങ്ങിയാണ്ട് കഷ്ടകാലം എൻ്റെ. എന്താണ് മക്കളെ നേരത്തേക്ക് വരണ്ടേ? എല്ലാരും അകത്ത് കയറിയല്ലോ. വേഗം ചൊല്ല്. ഞങ്ങള് ഇച്ചിരി ലേറ്റായി പോയി. നാളെ തൊട്ട് നോക്കാം കളെ. ഈ കിളവനെ ഞാൻ ഇന്നെന്തെങ്കിലും ചെയ്യും. അയാൾ വെള്ളെടുത്ത് ഇരിക്കട്ടെടേ. പറ്റൂല, നമ്മൾ തോന്നുമ്പോ പോവും. ഇയാക്കെന്താ? സത്യം ദൈവമേ, ആ കാലമണിന്റെ തലയിൽ കാക്ക തൂറണേ. അത് തന്നെ, പറ്റുവാണെങ്കിൽ ഒരു മരക്കൊന്നും കൂടി അയാളുടെ തലയിൽ ഒടിച്ചിടണേ. അയാൾ ചത്തുവോ കൂടി? എന്നാ പിന്നെ ഒരു ചുള്ളിക്കമ്പെങ്കിലും ഒടിച്ചിടണേ. ശരിയാ, നമ്മുടെ ലേറ്റായി, പക്ഷെ ഹൂ കെയർസ് അല്ലേ? അങ്ങനെയല്ല, നിങ്ങളുടെ കാര്യത്തിൽ ഞാൻ കയറിയും. ഈ സെമിസ്റ്ററിലെങ്കിലും ഒന്ന് നേരത്തെ കയറണമെന്നുണ്ടായിരുന്നു. അതും ആദ്യത്തെ ദിവസം തന്നെ വെള്ളത്തിലായി. ചിൽ ബേട്ട ചിൽ, ഇതൊക്കെ നമ്മൾ എന്തോരം കണ്ടേക്കുന്നു. അത് തന്നെ, ഏത് സെമിസ്റ്റർ ആണെങ്കിലും നമ്മൾ ഈ സമയത്തല്ലേ എത്തുക? അല്ല തള്ളി, നമ്മൾ സാധാരണ വരുന്നതിനേക്കാളും 10 മിനിറ്റ് എക്സ്ട്രാ ലേറ്റാണ്. പുരോഗമനം. അയ്യോ ഞങ്ങളുടെ വല്ലല്ലേ അത്? ആണെന്നാ തോന്നണേ. ഈയടോ തള്ളേ, നിങ്ങളെ ഞാനിന്ന് തന്നെ വേണം മനെ. അത് തന്നെ, തള്ളേനെ നാളെ തന്നാ മതി. ഒരെണ്ണം എൻ്റെ തള്ളേ, ഒരെണ്ണം എൻ്റെ അനിയത്തി ആയിപ്പോയി. അല്ലെങ്കിൽ ഞാൻ 2 ഇടല്ല. ഞാൻ പോണ്. ഇച്ചു ഉച്ചക്ക് വിളിക്കണോട്ടാ. എന്തായാലും വിളിക്കൂല. അവള് പോയി. അതാരാത്?